ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഡൈനാമൈറ്റ് ചിക്കനായിട്ടാണ്. അങ്ങനെ പറയാട്ടോ. ഓരോ ഫുഡ് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ഇനിയിപ്പോൾ ആരൊക്കെ പറഞ്ഞു തന്നാലും എവിടേക്ക് നോക്കിയാലും നമ്മുടേതായ ഒരു കയ്യൊപ്പ് അതിലുണ്ടാവില്ലേ? അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓക്കെ, നമുക്കപ്പോൾ മസാല കൂട്ട് ചെയ്യാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇപ്പം ഞാൻ ഈ അളവുകളൊക്കെ പറയുന്നത് കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു അളവുകൾ പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന്. സത്യം പറയാലോ, എനിക്ക് ഈ അളവുകൾ പറഞ്ഞു തന്ന് കുക്കിംഗ് പറഞ്ഞുതരാൻ അറിയില്ല. എന്നിരുന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അറിയാത്ത കാര്യങ്ങൾ ചെയ്യാൻ എനിക്കെന്നൊരു ഇഷ്ടമാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലോറോ ഇട്ട് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് മൈദയാണ്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ പിന്നെ ഇടുന്ന കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടോ, എൻ്റെ ചെറിയ സ്പൂണാണ്, ഞാൻ ടേബിൾ സ്പൂൺ എന്ന് പറയുന്നുണ്ടേ. പിന്നെ പാകത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് മസാല നന്നായി മിക്സ് ചെയ്യാം. ചിക്കൻ 4 പീസാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അൽഫാമിനൊക്കെ എടുക്കുന്നത് പോലെ. അപ്പോൾ ചിക്കൻ നന്നായി ഇടിച്ച് പരത്തിയിട്ട് വേണം മസാല അതിലോട്ട് പുരട്ടാൻ. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നത് നന്നായിരിക്കും. മസാല പെട്ടെന്ന് പിടിച്ച് കിട്ടും. എന്നിട്ടൊരു ബിരിയാണി പോട്ട് എടുക്കുക, അതിലേക്ക് അത്യാവശ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചും വേവിക്കുക. ആദ്യത്തെ 5 മിനിറ്റ് അടച്ചു വെച്ച് ചെറിയ തീയിൽ വേവിച്ചതിന് ശേഷം പിന്നെ അടപ്പ് തുറന്ന് വെച്ച് ചെറിയ തീയിൽ വേവിക്കുക. ഇനി ആ നേരം കൊണ്ട് ഇതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചീസ്, ഒരു 3 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇവയെല്ലാം കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ചീസിന് പകരം മയോണൈസും യൂസ് ചെയ്യുക. ചിക്കൻ വെന്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ഈ മിക്സ് അതിലോട്ട് ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. സാധനം റെഡി.